ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. ഒരു മനുഷ്യനെ എത്രത്തോളം കഷ്ടപ്പെടുത്താമെന്ന് അല്ലെങ്കിൽ കഷ്ടപ്പെടുമെന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ദളപതി വിജയ്. പുള്ളി എത്രത്തോളം കഷ്ടപ്പെടുത്തിയാലും പുള്ളി അത്രത്തോളം ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ജനുവരി 9, 2026 വെള്ളിയാഴ്ച പൊങ്കൽ റിലീസിനായെത്തുന്ന ദളപതി വിജയ് നായകനാകുന്ന ചിത്രമാണ് ജനനായകൻ. നിങ്ങൾ എല്ലാവർക്കും അറിയാം, എച്ച് വിനോദാണ് സംവിധാനം, അനിരുദ്ധാണ് മ്യൂസിക് നൽകുന്നത്. കെവിൻ പ്രൊഡക്ഷൻസിന്റെ പ്രൊഡക്ഷനും കാര്യങ്ങളുമാണ് സിനിമയിൽ വരുന്നത്. പൂജ ദേ, മമിത ബൈജു, നരേൻ, പ്രകാശ് രാജ്, പ്രിയ മണി, ബോബി ഡിയോൾ എന്നിവരെല്ലാം മറ്റ് കഥാപാത്രങ്ങളായ സിനിമയിൽ എത്തുന്നുണ്ട്. ഇതുവരെ സെൻസാർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ല ജനനായകന്. അപ്പോൾ വെനസ്ഡേ ജാനുവരി 7 സർട്ടിഫിക്കറ്റ് റിലീസ് ആയിട്ടില്ലെങ്കിൽ, അതായത് ഈവനിങ് 5 മണിക്ക് മുമ്പായിട്ട് സർട്ടിഫിക്കറ്റ് റിലീസ് ആയിട്ടില്ലെങ്കിൽ സിനിമ ജനുവരി 9 ഇറങ്ങുന്നതിന് താൽക്കാലികമായിട്ട് പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വരുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട്സുകൾ പറയുന്നത്. അപ്പോൾ അതായത് വെള്ളിയാഴ്ച ഇറങ്ങേണ്ട സിനിമ അടുത്ത ദിവസം ശനിയാഴ്ച ആയിരിക്കും റിലീസ് ചെയ്യുക, അല്ലെങ്കിൽ വേറൊരു ദിവസമായിരിക്കും റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എത്രത്തോളം കറക്റ്റായിട്ട് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നുവോ അത്രത്തോളം കറക്റ്റ് റിലീസിന് സിനിമ എത്തും. ഇല്ലാത്തിടത്തോളം പോസ്റ്റ്പോണ്ട് തന്നെയായിരിക്കും, വേറെ ചാൻസ് ഒന്നുമില്ലെന്നാണ് റിപ്പോർട്ട്സ് പറയുന്നത്. ഡിസംബർ 2ാം വാരം അല്ലെങ്കിൽ 3ാം വാരത്തിലെ ഒരു സിനിമ സെൻസർ ബോർഡിന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്, വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചു കൊടുക്കുകയാണ്. അവർ സിനിമ കണ്ടിട്ട് ആ ആഴ്ച തന്നെ സിനിമ കണ്ടിട്ട് ആ സിനിമയിൽ 2-3 സീൻസ് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് കട്ട് ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കുകയാണ്. അത് കെവിൻ പ്രൊഡക്ഷൻസിൻ്റെ പറഞ്ഞ് അവർ ആ സീനുകളും കാര്യങ്ങളും കട്ട് ചെയ്ത് വീണ്ടും റിവ്യൂക്ക് അയക്കുകയാണ്. എന്നിട്ടും എന്തോ ഇഷ്യൂ ഉണ്ട്, അതാണ് ഇതാണ്, വേറൊരു കമ്മിറ്റി പാനൽ ഇത് ചെക്ക് ചെയ്യണം, ഇതിൽ ഇഷ്യൂ ഉണ്ട്, മുംബൈ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് തപ്പണം, വെരിഫൈ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇതുവരെ ഇപ്പം വരെ അത് ഹോൾഡ് ചെയ്ത് സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ക്യൂ എപ്പോഴാണ് റിലീസ് ചെയ്യാന്ന് പോലെ അറിയില്ല. എല്ലായിടത്തും സ്ക്രീൻസുകളൊക്കെ ചാർട്ട് ചെയ്തു. തമിഴ്നാട്ടിൽ ഇതുവരെ ബുക്കിംഗ് പോലും ചാർട്ടായിട്ടില്ല. ആൻഡ് കേരളത്തിൽ ബുക്കിംഗ് ഒക്കെ ഓൾറെഡി ഓപ്പൺഡ് ആണ്. ആൻഡ് സിനിമ ഇറങ്ങുമോ ഇല്ലയോ എന്ന് ആരാധകർക്കും ന്യൂട്രലുള്ളവർക്കും എല്ലാവർക്കും സംശയമാണ് എന്താണ് സംഭവിക്കുക എന്ന്. ഇപ്പോഴാണ് ദ ഹെൽ ഓഫ് എ വിജയ് പടം എക്സ്പീരിയൻസ് വരുന്നത്. സെൻസർ ബോർഡ് ഇഷ്യൂ, ബുക്കിംഗ്, ടിക്കറ്റ് ബുക്കിംഗ് ഡിലേ. ആക്ച്വലി ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ഇപ്പോഴെ തന്നെ എല്ലാവർക്കും സംശയം വന്ന ഇനി സിനിമ ഇറങ്ങോടെ, ഇനി സിനിമ സമയത്തിന് ഇറങ്ങോടെ, എടുത്ത ടിക്കറ്റൊക്കെ എന്ത് ചെയ്യുന്നുള്ള ഇഷ്യൂവും ടെൻഷനും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വന്നാൽ എന്താണ് പറയുന്നത്. ഇപ്പോൾ ചൊവ്വാഴ്ച ജാനുവരി 6 കെവിൻ പ്രൊഡക്ഷൻസ് മദ്രാസ് ഹൈക്കോടതിയിലേക്ക് ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. എന്ത് സെൻസാർ ബോർഡ് സർട്ടിഫിക്കറ്റ് തന്നില്ല, അതിനെക്കുറിച്ച് ഒരു ഇഷ്യൂ ഫയൽ ചെയ്ത് ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെയുള്ള ഹിയറിംഗ് ആണ് ഇന്ന് നടക്കാൻ പോകുന്നത്, വെനസ്ഡേ ജാനുവരി 7. അപ്പോൾ ഇന്ന് നടക്കുന്ന ആ ഒരു ഹിയറിങ്ങിൽ കാര്യം സാധകമായിട്ട് പോസിറ്റീവായിട്ട് വന്നാൽ മാത്രമേ എന്താ പറയുക ജനുവരി 9 പടം റിലീസ് ആവത്തുള്ളൂ. ഇല്ലെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്യാനാണ് സാധ്യത കൂടുതലെന്നാണ് പറയുന്നത്. എത്രത്തോളമാണ് ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്നത്. ഇതിന് മുമ്പേ കൊടുത്ത ഇത് നിങ്ങൾക്ക് വളരെ ഓണസ്റ്റ് ആയിട്ടൊരു കാര്യം പറയാം, ഇന്ത്യയിൽ ഇതുപോലെ പ്രതിസന്ധികൾ നേരിട്ട ഒരു നടനും കാണില്ല ദളപതി വിജയെ പോലെ. അത് ഏതൊരു നടനെ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് പറയാൻ, നിങ്ങൾക്കിതിൽ കമൻറ്റ് ചെയ്യാം. ഇന്ത്യയിൽ ഇതുപോലെ റിലീസ് സമയത്തിൽ പ്രതിസന്ധി നേരിടുന്ന ഒരു നടനും കാണില്ല. ഏതെങ്കിലും ഒരു നടനുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞേക്ക്. എവിടെയാണ് ഇത്രയ്ക്കും ഇഷ്യൂ? ഈ ഒരു പടം മാത്രമല്ല, എത്ര പടങ്ങളാണ്. അതിപ്പം നിങ്ങൾ കാവലന് പിന്നെ തലേവ, ടൈം ടു ലീഡ് എന്നൊരു ടൈറ്റിൽ ഇട്ടതിന്, പിന്നെ പൊളിറ്റിക്കൽ ഇഷ്യൂയിലേക്ക് വരുന്നുള്ള ഒരു ടോക്ക് ഉള്ളതിന്, തുപ്പാക്കിക്ക്, മെർസലിൻ്റെ GST, BJP ഇഷ്യൂ, കത്തിയിൽ ആ ഡയലോഗ് പറഞ്ഞതിൻ്റെ, ആ ടണൽ സീൻ എന്ന് വരുന്ന ഡയലോഗ് പറഞ്ഞതിൻ്റെ ഇഷ്യൂ, പിന്നെ വാരിസിൽ ലോ സ്ക്രീൻസും കാര്യങ്ങളും. കാരണം തുനിവൊക്കെ റെഡ് ജയൻ്റാണ് റിലീസ് ചെയ്തത്, അപ്പോൾ ലോ സ്ക്രീൻസും കാര്യങ്ങളും എല്ലാ പടത്തിലും പുലിക്ക് ഫൈനാൻഷ്യൽ ഇഷ്യൂ, എന്തൊക്കെ വരുന്ന എല്ലാ പടത്തിലും ഓരോ ഇഷ്യൂസ് കൊണ്ടുവരുന്നു. അതുമായിട്ട് പടത്തിനെ വൈകിപ്പിക്കുന്നു. പടത്തിന് യഥാർത്ഥ സമയങ്ങളിൽ സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ പടത്തിനെ ഇപ്പം തരാമെന്ന് വച്ച് അവസാനത്തിലേക്കാണ് കൊടുക്കുന്നത്. അതിൻ്റെ ആവശ്യം എന്താണ്? ഇത്രയ്ക്കും ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യം എന്താണ്? ഉള്ള കാര്യങ്ങൾ പറയുന്നതുകൊണ്ടാണോ?
സെൻസർ ബോർഡ് പേടിക്കുന്നതുകൊണ്ടാണ്. എന്താണ് അത്രയ്ക്കും പേടിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാവില്ല. അല്ലെങ്കിൽ അത്രയ്ക്ക് നിങ്ങൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത്രയ്ക്ക് നിങ്ങൾ കൊടുക്കാതിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത്രയ്ക്കുള്ള കണ്ടന്റ് അപ്പോൾ സിനിമയിലുള്ള ആ കണ്ടന്റ് പുറത്തിറങ്ങിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബാധകമാവുന്നുള്ള പേടി കൊണ്ടാണോ നിങ്ങൾ ഇതുവരെ സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തത്? സത്യം പറയാലോ, വളരെ പരിപാടിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇതുപോലെ ഏതെങ്കിലും ഒരു നടൻ്റെ പടത്തിൽ ഇത്രയും ഇങ്ങനത്തെ ഇഷ്യൂ, ആ പുള്ളിയുടെ ലാസ്റ്റ് പടം കൂടെയാണ്, എന്നിട്ടും ആ ലാസ്റ്റ് പടമാണെന്നുള്ള കാര്യം നിങ്ങൾ നോക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. പക്ഷെ അത് സമയത്തിന് നിങ്ങൾ ജഡ്ജ് ചെയ്ത്, നിങ്ങൾ വെരിഫൈ ചെയ്ത്, റിവ്യൂ ചെയ്തിട്ട് അതിൻ്റെ ഒരു ഇത് കൊടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്യണമായിരുന്നു. ഇത് ജനുവരി 9 റിലീസ് ചെയ്യേണ്ട പടത്തിന് ഇപ്പോഴും ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ കേസുകൾക്ക് പോവുകയാണ്, സ്റ്റേ വേണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സ്റ്റേയും കാര്യങ്ങളൊക്കെ നടക്കുവാണെങ്കിൽ, കോർട്ടിൽ ഇങ്ങനത്തെ ഇഷ്യൂവും കാര്യങ്ങളുണ്ട്, ഈ കണ്ടന്റിൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് ആ ഒരു കാര്യങ്ങളൊക്കെ നടക്കുവാണെങ്കിൽ സിനിമ റിലീസ് ചെയ്യില്ല, സിനിമയ്ക്ക് പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വരും, ഡേറ്റ് മാറ്റേണ്ടി വരും. ഇത്രയും പ്രതിസന്ധികൾ നേരിടുന്ന ഒരു നടൻ ആരുണ്ട് ഇന്ത്യയിൽ തന്നെ? റിലീസിന് പ്രതിസന്ധികൾ നേരിടുന്ന ഒരു നടൻ വേറെ തളപതി വിജയ് അല്ലാതെ ആരുണ്ട്? നിങ്ങൾ തന്നെ അതിൽ നിങ്ങൾക്ക് അത് ആരെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. സത്യമായിട്ട് ആ കമൻറ്റ് ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരും. ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞേക്കണം. ഇപ്പോൾ തന്നെ നാളെ ജനുവരി 7, ജനുവരി 8, ജനുവരി 9 രാവിലെ 6 മണിക്ക് ഷോ ഇടേണ്ടതാണ്. കേരളത്തിൽ 9 മണിക്കാണ് തമിഴ്നാട്ടിൽ ഷോ എന്ന് തോന്നുന്നു. ഇതുവരെ തമിഴ്നാട്ടിൽ ടിക്കറ്റ് ബുക്കിംഗ് ഓപ്പൺ പോലും ആയിട്ടില്ല. ഇപ്പോഴും എല്ലായിടത്തും ചർച്ചകൾ നടക്കുകയാണ്, ഡിസ്കഷൻസ് നടക്കുകയാണ്. തിയേറ്റേഴ്സ് ബുക്കിംഗ്സ് ഓപ്പൺസ് ആയിട്ടില്ല, പ്രഷറാണ്. ടിക്കറ്റുകൾ കേരളത്തിൽ തന്നെ ഇപ്പോൾ ടിക്കറ്റുകൾ എല്ലാവർക്കും വാങ്ങിച്ചു കഴിഞ്ഞു, ബുക്ക് ചെയ്ത് കഴിഞ്ഞു. സിനിമ വരുമോ ഇല്ലോ എന്നുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെയാണ്. എന്താണ് കാണിക്കുന്നത്? ആ സിനിമ കൊടുത്തതിന് ശേഷം കൊടുത്ത സിനിമകൾക്കൊക്കെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത ആ സിനിമയ്ക്ക് ഇതുവരെ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ അത്രയ്ക്കും പേടിക്കാനുള്ള, നിങ്ങൾ പേടിക്കുന്ന എന്തിനാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്? എന്തിനാണ് പേടിക്കുന്നത്? നിങ്ങളല്ലേ പറഞ്ഞത് കേസരി റീമേക്ക് പടമല്ലേ, അത് ബാലയ്യയുടെ പടമല്ലേ, അത് റീമേക്ക് പടമല്ലേ? പിന്നെ എന്തിനാണ് ആ റീമേക്ക് പടത്തിന് നിങ്ങൾ പേടിക്കുന്നത്? അതങ്ങ് ഇറക്കി വിടണം മിസ്റ്റർ. പിന്നെ എന്തിനാണ് സെൻസാർ ബോർഡ് കൊടുക്കാതിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ചില ആൾക്കാർ പറയുന്നു സെൻസാർ ബോർഡ് സെൻട്രൽ ആൾക്കാരാണ് നോക്കുന്നത്, അത് DMK ആയിട്ട് അല്ലെങ്കിൽ തമിഴ്നാട് പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് ഒരു ബന്ധമൊന്നുമില്ല. ബന്ധമില്ല എന്ന് അടിച്ചമർത്താൻ വേണ്ടിയിട്ടുള്ള സംസാരങ്ങളൊന്നും വേണ്ട. ബന്ധങ്ങളുണ്ടാകും. പിന്നെ എങ്ങനെ അവർ ഇറക്കാതിരിക്കുന്നതിൻ്റെ ആവശ്യം എന്തുവാണ്? ഇത് മൊത്തത്തിലുള്ള ഒരു ഓവറോൾ പുള്ളിയെ പൂട്ടാനുള്ള പ്ലേ ആണ് നടക്കുന്നത്. പ്രത്യേകിച്ച് ഹോം ടൗണിലുള്ള നടന്മാർ എല്ലാവരും ഇപ്പോൾ ഒത്തുകൂടി തളപതിയെ ഒന്ന് അഴിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അത് എല്ലാ നടന്മാരും തമിഴ്നാട്ടിൽ നിന്നുണ്ടെന്നാണ് അറിവ്. പ്രത്യേകിച്ച് നിങ്ങൾ നോക്കുന്ന വലിയ സൂപ്പർ സ്റ്റാർസ് എന്ന് പറയുന്ന 2 പേരുണ്ടല്ലോ, നിങ്ങൾ പറയുന്ന 2 പേര്, അവരൊക്കെ ഇപ്പോൾ DMKയുടെ ആൾക്കാരാണ്. അവരൊക്കെ ഇപ്പോൾ ആരുടെ തട്ടിലാണ് കിടന്ന് ഉറങ്ങുന്നതെന്ന് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അവരൊക്കെ നേടാത്ത ആ ജനപ്രീതി തളപതി വിജയ്ക്ക് നേടുന്നുള്ള ഒരു ഈഗോനെസ് തീർച്ചയായിട്ടും ഉണ്ട്. അത് ഇതിൽ കാണാനും ഉണ്ട്. അവരുടെ ആ സപ്പോർട്ടും കാര്യങ്ങളും ഇതിലില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. കാരണം ആ ഒരു സിനിമ ഇറങ്ങുന്ന, അത് ഇറക്കാൻ വിടുന്നില്ല, അതിന് ഇത്രയും പ്രശ്നങ്ങൾ. ഇതിപ്പോൾ നാളെ ഒരു ഉദാഹരണം, നാളെ ഇറങ്ങേണ്ട പടത്തിന് ഇന്ന് പോലും ടിക്കറ്റ് ബുക്കിംഗ് ഓപ്പൺ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ എവിടത്തെ ന്യായമാണ്? അല്ലെങ്കിൽ എവിടെ അത് കേൾക്കും? ഏതെങ്കിലും സിനിമ അങ്ങനെ നടന്നിട്ടുണ്ടോ? ഇതെല്ലാം തളപതി വിജയ്ക്ക് പറഞ്ഞതാണ്. ഈ സിനിമ ഇറങ്ങുമ്പോൾ ഒരു പ്രശ്നമായിട്ട് വരും, സിനിമ ഇറങ്ങുമ്പോൾ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കും, സിനിമ ഇറങ്ങുമ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടാക്കും. പ്രശ്നങ്ങളില്ലാത്ത വിജയ് പടവുമില്ല, പ്രശ്നങ്ങളില്ലെങ്കിൽ അത് വിജയ് പടവും അല്ല. അതെല്ലാവർക്കും അറിയാം. ഇന്ത്യയിൽ ഇത്രയും റിലീസിന് പ്രതിസന്ധി നേരിടുന്ന ഒരു നടൻ വേറെ ഇല്ല. ഇപ്പോൾ നിങ്ങൾ അത് പടം ഇറക്കണം, കറക്റ്റായിട്ട് ഇറക്കണം ഇല്ല, എങ്ങനെ കറക്റ്റായിട്ട് ഇറക്കണം? കറക്റ്റായിട്ട് അതെന്താണ് കറക്റ്റ് കൂടെ നിങ്ങളൊന്ന് പറഞ്ഞു തരണം മിസ്റ്റർ. അതുകൊണ്ട് ഈ ഒരു പേടിച്ച് സെൻസാറും കൊടുക്കാതെ ഹോൾഡ് ചെയ്ത് വെച്ച് ഇനി എപ്പോഴാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾക്ക് അദ്ദേഹത്തിന് അത്രയ്ക്കും പേടി എന്തിനാണ്? അത്രയ്ക്കും പേടി എന്തിനാണ് തളപതി വിജയ്? മനസ്സിലാവുന്നില്ല. ഒരു പുള്ളിനെ ഇത്രമാത്രം അങ്ങേർക്കും അറിയാം നിങ്ങളിതെല്ലാം ചെയ്യുമെന്ന്, ഇതെല്ലാം ഇതിൻ്റെ അപ്പുറം ചെയ്യുമെന്നും അറിയാം. അതെല്ലാം തരണം ചെയ്ത് വരികയും ചെയ്യും.
നമുക്ക് കാണാം സർട്ടിഫിക്കറ്റ് വരുന്നോ ഇല്ലയോ എന്ന്. ആൻഡ് ഇതുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ മറക്കാതെ കമൻറ്റ് ചെയ്തേക്ക്. ആൻഡ് എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്തേക്ക്, ലൈക്ക്, കമൻറ്റ്, ഷെയർ, റെക്കമെൻഡ് എല്ലാം ചെയ്തേക്ക്. അപ്പോൾ ഇനിയും നല്ല അപ്ഡേറ്റ്സും കാര്യങ്ങളായിട്ട് വരാം ഗൈസ്. അപ്പോൾ ബൈ ബൈ, ലവ് യു ഗൈസ്. അപ്പോൾ സർട്ടിഫിക്കറ്റ് നാളെ തന്നെ വന്നില്ലെങ്കിൽ എന്താകും ഏതാകും എന്ന അവസ്ഥ